വിട്ടു വിട്ടു. ഈ സമ്മേളനം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള മലയാളത്തിൻ്റെ മഹാനടനും എം പിയുമായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അവർകൾ, അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ് എന്ന് പറയുന്നതാണ്, യഥാർത്ഥത്തിൽ പത്തനംതിട്ടയുടെ മരുമകനാണ്. അല്ല ആലപ്പുഴയിൽ നിങ്ങൾ ബന്ധമുണ്ട്, ഞങ്ങൾക്ക് അത് പ്രധാനമല്ല, ഞങ്ങൾക്ക് ഇതാണ് പ്രധാനം. അദ്ദേഹം പത്തനംതിട്ടയുടെ മരുമകനാണ്. അതുകൊണ്ട് ഈ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും യോഗ്യതയുള്ള ആളാണ്. ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി നേതാക്കൾ ഈ വേദിയിലുണ്ട്. എനിക്കറിയാം നിങ്ങൾ കഴിഞ്ഞ 2-3 മണിക്കൂറായി അമ്മമാർ പ്രത്യേകിച്ചും ഇവിടെ വന്നിരിക്കുകയാണ്. 2-3 മണിക്കൂറല്ല, ശരിക്കും പത്തനംതിട്ടയിലെ അമ്മമാർ കഴിഞ്ഞ 5-6 മാസമായി ഇതുപോലെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് പലതിനെയും. ജനം ടി വിയിൽ ഹരിവരാസനം പാടി നടയടയ്ക്കുന്നത് വരെ ഇവിടുത്തെ അമ്മമാർ അല്ലേ, ജനം ടി വി അത് കാണിച്ചതുകൊണ്ട്, മറ്റെല്ലാ ചാനലുകളും അത് കാണിക്കാൻ നിർബന്ധിക്കപ്പെട്ടതുകൊണ്ട് നമ്മളതെല്ലാം കണ്ടു. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. വലിയൊരു കാത്തിരിപ്പിനൊടുവിലാണ് നമ്മളിപ്പോഴുള്ളത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഇത്തവണ നമ്മുടെ കാത്തിരിപ്പ് വെറുതെ ആവില്ല എന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും നല്ല ബോധ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇവിടെ പോകുന്നിടത്തെല്ലാം അമ്മമാരുടെ ഒരു നിലയ്ക്കാത്ത പ്രവാഹമാണ്. ആബാലവൃദ്ധം ജനങ്ങൾ, കേവലം പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, കൊച്ചുകുട്ടികൾ മുതൽ 100 വയസ്സ് കഴിഞ്ഞ ഏറ്റവും പ്രായമുള്ള ആളുകൾ വരെ അവർ പറയുകയാണ്, ഏപ്രിൽ 23-ാം തീയതി രാവിലെ 6 മണിയാവാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നത്. നമുക്ക് ചിലതിനൊക്കെ കണക്ക് തീർക്കേണ്ടതായിട്ടുണ്ട്. നമ്മളോട് കാണിച്ച, വലിയൊരു സമൂഹത്തോട് കാണിച്ച ഈ കൊടും ചതിക്കെതിരായി, ഈ നരവേട്ടയ്ക്കെതിരായി, ഈ അടിച്ചമർത്തലിനെതിരായി, ഈ ആക്ഷേപത്തിനും പരിഹാസത്തിനുമെതിരായി നമുക്ക് മറുപടി കൊടുക്കാനുള്ള, ബാലറ്റിലൂടെ മറുപടി കൊടുക്കാനുള്ള അവസരമാണ് പ്രിയപ്പെട്ടവർ ഏപ്രിൽ 23-ാം തീയതി രാവിലെ വരുന്നത്. നാം അത് പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ വിനിയോഗിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ച സമയത്ത് നമ്മുടെ പണ്ഡിതന്മാരെല്ലാം പ്രവചിച്ചത് BJPക്ക് 1-2 സീറ്റ് കിട്ടുമായിരിക്കുന്നതാണ്. ബാക്കിയെല്ലാം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പങ്കിട്ടെടുക്കുമെന്നാണ് പറഞ്ഞത്. രാഷ്ട്രീയ പണ്ഡിറ്റുകളും മാധ്യമ സിംഹങ്ങളുമെല്ലാം പറഞ്ഞു UDFന് വലിയ ഭൂരിപക്ഷം കിട്ടും, LDFന് കുറെ സീറ്റ് കിട്ടും, BJPക്ക് 1-2 സീറ്റ് മാത്രം കിട്ടും. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടവും, പ്രചരണത്തിന്റെ ഓരോ ഘട്ടവും കഴിയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കാൻ പോകുന്ന പാർട്ടിയും മുന്നണിയും ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും, BJP ആയിരിക്കും. കോൺഗ്രസ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുമെന്ന് വിചാരിച്ച് കുറേ മനപ്പായസമുണ്ട്. രാഹുൽ ഗാന്ധി വന്നാൽ കേരളത്തിൽ വലിയൊരു തരംഗം ഉണ്ടാവും, അതുവഴി പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ള സീറ്റുകളിലൊക്കെ ജയിക്കാം എന്നുള്ള സ്വപ്നം കണ്ടാണ് കോൺഗ്രസ്സുകാരിരുന്നത്. ഉമ്മൻചാണ്ടി പറഞ്ഞു, രമേശ് ചെന്നിത്തല പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. പക്ഷെ ഇപ്പൊ രാഹുൽ ഗാന്ധി വരുന്നില്ല.
രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരാത്തത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഉയരുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞില്ലേ? വയനാട് സീറ്റ് ഒഴിച്ചിട്ടില്ലേ? വയനാട്ടിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ആളെ മാറ്റിയിട്ട് അവിടെ ഒഴിവിട്ടില്ലേ? എന്താ രാഹുൽ ഗാന്ധി വരാത്തത്? രാഹുൽ ഗാന്ധി വന്നാലും ഭാരതീയ ജനതാ പാർട്ടിയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ രാഹുൽ ഗാന്ധി വരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കൂട്ടർ ഇവിടെ ഉണ്ട്. രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരരുത്, ദയവായിട്ട് ഞങ്ങളെ ചതിക്കരുത്. BJP പറയുന്നു രാഹുൽ ഗാന്ധിക്ക് സ്വാഗതം കേരളത്തിലേക്ക്, ഞങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണ്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണം. നിങ്ങളോട് ഏറ്റുമുട്ടാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി, ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി തയ്യാറാണ്. അതിനർത്ഥം കേരളത്തിൽ വിജയിക്കാൻ പോകുന്ന മുന്നണി BJP-യുടെ മുന്നണിയാണ്, ദേശീയ ജനാധിപത്യ സഖ്യമാണ്. ജനങ്ങൾ ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റം കമ്മ്യൂണിസ്റ്റുകാരെ പരാജയപ്പെടുത്തി കോൺഗ്രസിനെ വിജയിപ്പിക്കുക എന്നുള്ള മാറ്റമല്ല. 2 കൊല്ലം കൊണ്ട് ആ മാറ്റം ഉണ്ടായി. കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ഈ നാട്ടിലെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റിനെ കൊണ്ടുവന്നു. ഉമ്മൻചാണ്ടിയെ പരാജയപ്പെടുത്തിയാണ് നമ്മൾ പിണറായി വിജയനെ കൊണ്ടുവന്നത്. പടപേടിച്ച് പന്തളത്ത് ചെന്നാൽ അവിടെ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയുടെ ഈ ദുർഭരണവും അഴിമതിയും നെറുകേടും വഞ്ചനയുമെല്ലാം സഹിച്ച ജനങ്ങൾ പിണറായി വിജയനെ ഭരണം ഏൽപ്പിച്ചപ്പോൾ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഭരണം നമ്മൾ കണ്ടു. അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്കും വോട്ടില്ല, പിണറായി വിജയനും വോട്ടില്ല. ഇത്തവണത്തെ വോട്ട് BJP-ക്കാണ്, ദേശീയ ജനാധിപത്യ സഖ്യത്തിനാണ് എന്നെല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദി വീണ്ടും വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. മോദിയെ താഴെ ഇറക്കാനുള്ള കരുത്ത് ഇന്ത്യയിൽ ഒരു പാർട്ടിക്കുമില്ല. ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്നാണ് രാഹുൽ ഗാന്ധി വരുന്നത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വന്നപ്പോൾ നമ്മുടെ പ്രതിപക്ഷത്തിന്റെ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു, അമേഠിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടും, അതുകൊണ്ടാണ് കേരളത്തിലേക്ക് വന്നത്. നോക്കൂ, നിങ്ങൾ ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത് UP-യിലൊക്കെ BJP തോൽക്കുന്ന. കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തുള്ള മണ്ഡലമായ അമേഠിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടുമെന്ന് ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കുകയാണ്. അമേഠിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടാൽ പിന്നെ ഉത്തർപ്രദേശിൽ ഏത് സീറ്റിലാണ് കോൺഗ്രസ് വിജയിക്കാൻ പോകുന്നത്? അതുകൊണ്ട് കോൺഗ്രസിന് പ്രതീക്ഷയില്ല, ഇടതുപക്ഷത്തിന് പ്രതീക്ഷയില്ല. പ്രതീക്ഷയുള്ള ഒരേ ഒരു പാർട്ടി BJP-യാണ്. ആ BJP-യെ പിന്തുണയ്ക്കുന്ന MP-മാർ കേരളത്തിൽ ഉണ്ടാവണം. അതാണ് ഞങ്ങൾ എല്ലാവരോടും പറയുന്നത്. ഇവിടെ 10 കൊല്ലമായിട്ട് നമ്മുടെ ആന്റോ ആന്റണിയാണ് MP. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസ് ക്ലബിന്റെ ഒരു ചർച്ചയിൽ പങ്കെടുത്ത അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ നിങ്ങളുടെ ആദർശ ഗ്രാമം ഏതാണ്? അപ്പോൾ അയാൾ പറയാ, ആദർശ ഗ്രാമത്തിന് MP എനിക്ക് ഫണ്ട് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ MP ഉണ്ട്, സുരേഷ് ഗോപി. കല്ലിയൂർ ഗ്രാമത്തില് തിരുവനന്തപുരത്ത് 6.5 കോടി രൂപ ഇതിനോടകം അദ്ദേഹം ചെലവഴിച്ചു കഴിഞ്ഞു. ഒരു നയ പൈസ നമ്മുടെ ഇയാൾ ചെലവഴിച്ചിട്ടില്ല. അതെ, 2ാമത്തെ ഗ്രാമം മങ്കൊമ്പിൽ, ആലപ്പുഴയിൽ അദ്ദേഹം തിരഞ്ഞെടുത്തത്. അപ്പൊ എന്തിനാണ് ഇങ്ങനെയുള്ള MP-മാരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? പത്തനംതിട്ടയിൽ പ്രളയം ഉണ്ടായി. ഞാൻ ആന്റണിയോട് ചോദിച്ചു, സാറേ നിങ്ങൾ പറഞ്ഞത് 100 വീടുകൾ 1000 വീടുകൾ നിങ്ങൾ ഉണ്ടാക്കി തരുമെന്നല്ലേ? നിങ്ങൾ പത്തനംതിട്ടയിൽ ഒരാൾക്കെങ്കിലും വീട് കൊടുത്തിട്ടുണ്ടോ? ഉത്തരമില്ല. പത്തനംതിട്ടയിലോ കേരളത്തിലോ ഒരു വീട് പോലും കോൺഗ്രസ് പാർട്ടി കൊടുത്തിട്ടില്ല. MP-മാരും മുൻകൈ എടുത്തിട്ടുമില്ല. MP-യും MLA-യും ഒന്നുമില്ലാത്ത സേവാഭാരതി 676 വീടുകളുടെ താക്കോൽ ദാനം ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഇവരെ എന്തിനാണ് നമ്മൾ അയക്കുന്നത്? വികസന പ്രശ്നങ്ങളിൽ ഒന്നും ഒരു താല്പര്യമില്ല. പുള്ളി പറയുകയാണ്, പാസ്പോർട്ട് സേവാ കേന്ദ്രം അനുവദിച്ചു. ഞാൻ ചോദിച്ചു, എപ്പോഴാണ് അനുവദിച്ചത്? അല്ലാതെ ഈ 5 കൊല്ലം, ഈ 5 കൊല്ലമാണ്. കഴിഞ്ഞ 5 കൊല്ലം UP-യെ ഭരിക്കുമ്പോൾ പാസ്പോർട്ട് സേവാ കേന്ദ്രമില്ല. മോദി ഭരിക്കുമ്പോഴാണ്. എന്താ കാരണം? മോദി പുതിയ 300 പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ഇന്ത്യ രാജ്യത്ത് അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പത്തനംതിട്ടയ്ക്കൊന്ന് കിട്ടിയത്. ആന്റോ ആന്റണി പറയുന്നത്, ഞാൻ 2 സെൻട്രൽ സ്കൂൾ അനുവദിച്ചു എന്നാണ്. ഞാൻ ചോദിച്ചു, കഴിഞ്ഞ 5 കൊല്ലം എത്ര എണ്ണം കിട്ടി? ഒറ്റയൊന്നും കിട്ടിയില്ല.
ഈ 5 കൊല്ലം മോദി 600 പുതിയ സെൻട്രൽ സ്കൂളുകൾ അനുവദിച്ചു. അതുകൊണ്ട് 2 നമുക്ക് കിട്ടി. ആന്റണി കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ MP ആയപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഒരു പാസ്പോർട്ട് സേവാ കേന്ദ്രവും 2 സെൻട്രൽ സ്കൂളും കൊണ്ടുവരാൻ, അത് മോദി കൊടുക്കുന്ന 2 കൊണ്ടുവരാൻ ഒരു ഇടനിലക്കാരനായിട്ടുള്ള MP നമുക്ക് ആവശ്യമുണ്ടോ? അതാണ് ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത് ജനങ്ങളോട്. ഇങ്ങനെ നരേന്ദ്രമോദി നടപ്പാക്കുന്ന വികസന കാര്യങ്ങളൊന്നും ഇവിടെ ഫലപ്രദമായിട്ട് നടപ്പാക്കാൻ കഴിയില്ല. ഇവിടെ ബഹുമാന്യനായിട്ടുള്ള സുരേഷ് ഗോപി, ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒറ്റ പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചു. ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതി എന്താ കേരളത്തിൽ നടപ്പാവാത്തത്? ഇത്ര വലിയ പദ്ധതിയാണ്. 5 ലക്ഷം രൂപ ഒരു പൗരന് കിട്ടും. പ്രസ് ക്ലബിന്റെ ചർച്ചയിൽ ഞങ്ങൾ ആന്റണിയോട് ചോദിച്ചു, സാർ, അല്ല, ഒരിക്കലെങ്കിലും നിങ്ങൾ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതി നിഷേധിക്കുന്നതിനെതിരെ നിങ്ങൾ പാർലമെന്റിലോ നിങ്ങൾ പൊതുരംഗത്ത് എന്തെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ? 5 ലക്ഷം രൂപ ഒരു പാവപ്പെട്ടവന് കിട്ടേണ്ട, 1 കൊല്ലം കിട്ടേണ്ട ഇത്രയും വലിയൊരു പദ്ധതി കേരളത്തിൽ എന്തുകൊണ്ട് നിഷേധിക്കുന്നു? നമ്മുടെ ആന്റണി മിണ്ടുന്നില്ല, നമ്മുടെ MLA മിണ്ടുന്നില്ല. അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പോലും ജനങ്ങൾക്ക് നേടിക്കൊടുക്കാൻ കഴിയാത്ത MP-മാരെ നാം എന്തിനു തെരഞ്ഞെടുത്തയക്കണം? തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ വലിയ പരിപാടി നമ്മുടെ നാട്ടിൽ. ആ തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ ഒരു ദയനീയ അവസ്ഥ നിങ്ങൾ കണ്ടോ? 10 കൊല്ലം ഇദ്ദേഹം ഇവിടെ MP ആയിരുന്നു. എന്താ കാര്യം ഉണ്ടായത്? അപ്പൊ ഇതുപോലെ 100 ചോദ്യങ്ങൾ കോൺഗ്രസിനോടും കമ്മ്യൂണിസ്റ്റിനോടും ജനങ്ങൾക്ക് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 14,000 വോട്ടിനാണ് ശ്രീ O രാജഗോപാൽജിയെ തിരുവനന്തപുരത്ത് പരാജയപ്പെടുത്തിയത്. ഇവർ രണ്ടുപേരും ഒന്നിച്ചിട്ടാണ് 14,000 വോട്ടിന് രാജേട്ടൻ തോറ്റത്. കേരളത്തിൽ നിന്ന് MP-മാരെ തെരഞ്ഞെടുത്ത് അയച്ചില്ലെങ്കിലും 4 MP-മാരെ നരേന്ദ്രമോദി സർക്കാർ രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കുമായി നാമനിർദ്ദേശം ചെയ്തു. ആ MP-മാരാണ് കേരളത്തിൽ ഇന്ന് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പത്തനംതിട്ട കേരളത്തിലെ ഏറ്റവും അവികസിതമായിട്ടുള്ള പാർലമെന്റ് മണ്ഡലമാണ്. പമ്പാ നദിയുണ്ട്, നമുക്ക് എത്ര 4 പ്രധാനപ്പെട്ട നദികളുണ്ട്. ആ 4 പ്രധാനപ്പെട്ട നദികൾ നമുക്കുണ്ടായിട്ടും ഇപ്പോൾ അമ്മമാര്, ഞാൻ പല സ്ഥലത്ത് പോയപ്പോൾ കുടിക്കാൻ വെള്ളമില്ല, കിലോമീറ്ററുകളോളം അവർ നടക്കുകയാണ്, കുടിവെള്ളമില്ല, അടിസ്ഥാന പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമില്ല. നാഷണൽ ഹൈവേ ടച്ച് ചെയ്തിട്ടില്ലാത്ത ജില്ലയാണ് പത്തനംതിട്ട. ഒരു വികസനവും നമ്മുടെ നാട്ടിലില്ല. ശബരിമലയിൽ നിന്ന് ഈ കാശ് മുഴുവൻ അടിച്ചു മാറ്റുന്ന സർക്കാർ ശബരിമല തീർത്ഥാടകരോട് ഇത്രയും വലിയ ചതി ശബരിമല തീർത്ഥാടകരോട് കാണിച്ച കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. യഥാർത്ഥത്തിൽ ഈ ശബരിമല മാത്രം മതി പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് ഈ അവരുടെ ആയുസ് കാലം മുഴുവൻ സുഖമായിട്ട് ശാന്തമായിട്ട് ജീവിക്കാൻ. ഈ ശബരിമല തീർത്ഥാടനം വഴി ഈ പത്തനംതിട്ട ജില്ലയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും 1 വർഷത്തേക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ശബരിമലയിൽ അയ്യപ്പന്റെ വിശ്വാസം മാത്രമല്ല, ശബരിമല സ്വച്ഛന്തമായി നിലനിൽക്കേണ്ടത്, ശാന്തമായി അവിടെ ഭക്തന്മാർ വരേണ്ടത്, അവിടെ ഉത്തരോത്തരം പുരോഗതി ഉണ്ടാവേണ്ടത്, എല്ലാം അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ പത്തനംതിട്ട ജില്ലക്കാരാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല, ആര് പറഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശബരിമല തന്നെയാണ്. അത് ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ നിലനിൽക്കണം എന്നുള്ളതുപോലെ തന്നെ ശബരിമല ലോകോത്തര നിലവാരത്തിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് നിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്, BJP വോട്ട് ചോദിക്കുന്നത്. ഒരവസരം ഞങ്ങൾക്ക് കിട്ടിയാൽ ശബരിമലയെ തൊട്ട് കളിക്കാനുള്ള ധൈര്യം ഇവിടെ ആർക്കും ഉണ്ടാവില്ല എന്നുള്ള കാര്യം എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ കഴിയും. ശബരിമല അങ്ങനെ ആർക്കും കയറി നിരങ്ങാനുള്ള ചന്തയല്ല, ആർക്കും കയറി കൊട്ടാനുള്ള ചെണ്ടയല്ല ശബരിമല എന്നുള്ള കാര്യം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ആലോചിക്കണം. അതുകൊണ്ട് പത്തനംതിട്ടയിലെ വോട്ടർമാർക്ക്, ഈ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് മോദി ഭരണം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള പരമപ്രധാനമായ ലക്ഷ്യത്തോടൊപ്പം തന്നെ
ശബരിമലയെ നിലനിർത്തുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ യുക്തം പോലെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമരയ്ക്ക് നൽകി BJPയെ വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം.